ഇന്നിപ്പോ ക്ലാസ് ഇല്ലേ? ആരും കാണാനല്ലോ. ആരും വരാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഒന്ന് വേഗം വീട്ടിലേക്ക് പോവാം. അബോ, ഈ കുരിപ്പ് വന്നോ? അതെന്താടാ അങ്ങനെ ചോദിച്ചു? ഞങ്ങളാരും വരൂലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവാൻ നിൽക്കായിരുന്നു. എന്താ പണ്ട പൂതി? അതുകൊണ്ട് ഇപ്പൊ ഏതായാലും എല്ലാവരും എത്തിയല്ലോ. ഹലോ കുട്ടികളെ. ആഹാ, ഇതാരാ പാറുവിന്റെ അമ്മേ? മക്കളെ, നിങ്ങൾ ടീച്ചറാടെ? എന്തിനാ നിങ്ങളെല്ലാരും ഇങ്ങനെ വിളിച്ചു പോകണേ? ടീച്ചറെ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടേനു. ആഹാ, നിങ്ങളെപ്പോ വന്നോ? ഇപ്പൊ വന്നിട്ടുള്ളൂ ടീച്ചറെ. ആഹാ, ഇന്ന് പാറുക്കുട്ടിനെ കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ, പട്ടുപാടൊക്കെ എടുത്തിട്ട്. ഇന്നാളെ കാതുത്തലായിരുന്നു ടീച്ചറെ, അതാ നേരം വൈകിയത് വരാന്. ആഹാ, ഇന്നാണോ കാതുത്തി? അതേ ടീച്ചറെ, ഇന്നാ കുത്തി. ഇത്രയും കാലം ഇവൾക്ക് കുത്തിയാ വേദനിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുത്തിയിരുന്നില്ല. ഇപ്പൊ ഏതായാലും ഇതിനുള്ള ടൈം ഒത്തു വന്നപ്പം കുത്തി. അത് ശരിയാ, കുട്ടികളെ കാത് ഇപ്പൊ കുത്തുന്നതന്നെ നല്ലത്. കുറച്ചും കൂടി വലുതായി അവൾക്ക് വേദന കൂടും. എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോളിയും, സമയം വൈകിക്കണ്ട. ഞങ്ങൾ നോക്കിക്കോളാം പാറുക്കുട്ടിനെ. അവൾക്കിപ്പോ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് ബാഗിൽ വെച്ചിട്ടുണ്ട്. ടീച്ചർ എന്തായാലും എല്ലാവർക്കും എടുത്ത് കൊടുക്കിട്ടോ. പാറു, എന്നിട്ട് എനിക്ക് കാതുത്തിയപ്പോ വേദനിച്ചില്ലേ? ചെറുതായിട്ടുള്ളൂ ടീച്ചറെ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല ടീച്ചർ. എന്നാ പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് പോയി വരാം. ഓക്കേ ടീച്ചർ. ഹായ് പാറുക്കുട്ടി, നിന്റെ കാതുത്തിയോ? കുത്തി. ഞാൻ നോക്കട്ടെ? നോക്കാൻ മാത്രമൊന്നുമില്ല, ഇല്ലേ ഒരു കമ്മലുണ്ടെന്നുള്ളൂ. എനിക്ക് കുത്തിയിട്ടില്ല. എനിക്ക് അമ്മനോട് പറഞ്ഞിട്ട് നാളെ പോയി കുത്തണം. വേണ്ടട്ടോ ശിവ, നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പൊ നീയല്ലേ പറഞ്ഞ ചെറിയ വേദന ഉള്ളൂന്ന്? അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞോ? അപ്പൊ നല്ല വേദന ഉണ്ടായിരുന്നോ? പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. എനിക്ക് വിത്തായിട്ട് ഇപ്പൊ വിത്തുണ്ട്. നോണ പറയാനോളൂ, വരുത്തുന്നുണ്ടാവില്ലേ? എന്റെ ബാഗിൽ മുട്ടായി നിങ്ങൾക്ക് കാണണോ? ഇപ്പൊ തരൂല കേട്ടോ, ടീച്ചർ വന്നിട്ട് കേട്ടോ തരിക. ഇത് നോണ പറയണെന്ന് കാണിച്ചിട്ട്.